ചേട്ടാ, കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വി.ഡി. സതീശൻ എന്നും കണ്ണിലെ കണ്ടാണ്. പക്ഷേ മാനസികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ പോലും അംഗീകരിച്ച ഒരു നേതാവാണ് വി.ഡി. സതീശൻ. മനസ്സുകൊണ്ട് വി.ഡി. സതീശന്റെ നേതൃത്വത്തെ പിണറായി വിജയൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വി.ഡി. സതീശനെതിരെ നിർത്താൻ പോകുന്നത് കയ്പമംഗലത്ത് ഇപ്പം സിറ്റിംഗ് എം.എൽ.എ ആയിട്ടുള്ള ടൈസണെയാണ്. എന്താണ്, അതായത് എങ്ങനെയാണെങ്കിലും വി.ഡി. സതീശൻ ജയിക്കുമെന്നുള്ളത് ഇവിടെ തീർച്ചയാണ്. വി.ഡി. സതീശനെതിരെ ആരെ നിർത്തിയാൽ, അതിപ്പോൾ CPI ആണെങ്കിലും CPM ആണെങ്കിലും, ഇനിയിപ്പം BJP ആണെങ്കിലും BJPയുടെ NDA ഘടകങ്ങളാണെങ്കിലും, ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രഭാവത്തിന് മുൻപിൽ ആളിക്കത്തുന്ന തീക്ക് മുന്നിൽ കൊണ്ടുവച്ചിട്ടുള്ള ചെറിയൊരു മെഴുതിരിനാളം മാത്രമായി പോകുമെന്നുള്ള കാര്യം തീർച്ചയാണെന്നിരിക്കെ ടൈസണെ പോലൊരു സിറ്റിംഗ് എം.എൽ.എ പറവൂരേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ CPIയുടെയും CPIഎമ്മിൻ്റെയും ചേതോവികാരം എന്താണ്? അല്ല, അതിലൊരു അജണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇത് ഞാൻ ആദ്യം പ്രശാന്ത് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം. അതായത് ഇപ്പോൾ രണ്ടാമതൊരു ടൈം ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അന്ന് വരെ പ്രതിപക്ഷത്തിരുന്ന രമേശ് ചെന്നിത്തല മാറുന്നു, വി.ഡി. സതീശനാണ് പ്രതിപക്ഷ നേതാവ് വരുന്നത്. സത്യത്തിൽ രണ്ടാം നിര നേതാവായ വി.ഡി. സതീശൻ വരുമ്പോൾ നമ്മളൊക്കെ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ നമ്മൾ ശ്രദ്ധിച്ചു, വി.ഡി. സതീശൻ പിന്നെ രണ്ടാം നിര നേതാവ്, അദ്ദേഹത്തിന് ഒരു ഹൈപ്പ് കൊടുത്തിരിക്കുന്നു, വന്ന് നല്ലതായി. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് പറഞ്ഞത് വി.ഡി. സതീശനെ പോലെ യങ്സ്റ്റേഴ്സ് വരുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം ഒന്ന് സഭയിലും അല്ലാതെ പ്രതികരണത്തിലും അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. അദ്ദേഹം ഇനി ഈ പറയുന്ന രീതി അത് എന്തെങ്കിലും ഒരു അർത്ഥം വെച്ച് പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വി.ഡി. സതീശൻ പ്രഗത്ഭനാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറവൂരിലെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് ഈ ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CPMന് സ്ഥാനാർത്ഥിയെ നിർത്തണം. കാര്യം ചിലപ്പോൾ ചിലർക്കൊരു വാശി അങ്ങ് പൊട്ടി പുറപ്പെടും. പ്രശാന്ത്, ആ വാശി എന്ന് പറയുന്നത് ഈ കൊച്ചുകുട്ടികളുടെ ഒരു വാശി പോലെയാണ്. ഞാൻ അവനെ തള്ളിയിടും എന്നൊക്കെ പറയുന്ന കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെ സംസാരമുണ്ട്. അതേപോലെ ഈ CPMന്റെ ഏരിയ ഘടകം ഉണ്ടല്ലോ, അവന് സതീശനെ നമ്മൾ ചുരുട്ടിക്കെട്ട് കമത്തി അടിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തായി, ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി കൂടെ ഇവിടുന്ന് നേരെ പേപ്പർ പോയി, നമുക്ക് ഇപ്രാവശ്യം CPI ഒക്കെ മാറ്റിയിട്ട് നമുക്ക് നിർത്തണം, സ്ഥാനാർത്ഥി നിർത്തണം. എവിടെ? ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ രാജീവൊക്കെ ഇരുന്ന സീറ്റല്ലേ, ബുദ്ധിജീവി രാജീവ് ഇരുന്ന സീറ്റല്ലേ, പിന്നെ ഈ ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ എറണാകുളം ജില്ലാ കമ്മിറ്റി ചുരുട്ടുകൂട്ടി പോക്കറ്റ് കളഞ്ഞു പോയനടാ. അവിടെ സതീശനെതിരെ ഏതെങ്കിലും പിന്നെ ചൂലിനെ CPI കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ടൈസൺ സിറ്റിംഗ് എം.എൽ.എ ആണ്. അവിടെയാണ് പിന്നെ പ്രശാന്ത്, ടൈസൺ സിറ്റിംഗ് എം.എൽ.എ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു നല്ല കാൻഡിഡേറ്റിനെ പോലും കണ്ടെത്താൻ. അല്ല, ഇത്തവണത്തെ ഇലക്ഷനിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കണ്ടെത്തിയ തീരുമാനമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ കൊടുങ്ങല്ലൂര് താലൂക്കിൽ വരുന്ന ഒരു ഏരിയ ആണ് ഈ കയ്പമംഗലം എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂർ താലൂക്ക്. അവിടുത്തെ ഒരു സിറ്റിംഗ് എം.എൽ.എ പറവൂരിലേക്ക് കൊണ്ടുവന്ന് വി.ഡി. സതീശനെ പോലെയുള്ള ഒരു നേതാവിനെ മുന്നിലേക്ക് ഒരു ഇരയാക്കി ഇട്ട് കൊടുക്കുന്നതിന് CPIഎമ്മിന്റെ ചേതോവികാരം എന്തെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും മാർക്സിസ്റ്റും അതുപോലെ തന്നെ CPIഎമ്മും CPIയും ശരിക്കും പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്വത്തിൽ അങ്ങ് എന്താ പറയുക, മുന്നോട്ട് പോകാൻ പറ്റാതെ അങ്ങ് കിതയ്ക്കുവാണ്. ആരെ നിർത്തും, എന്തിനെ നിർത്തും? കാരണം ചുരുക്കി പറയുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരുന്ന് തീർന്നു കഴിഞ്ഞു. എടുത്തു കാണിക്കുവാനായിട്ട് യുവ നേതാക്കൾ ഒന്നും തന്നെയില്ല. പക്ഷേ നേരെ തിരിച്ച് ഈ പറയുന്ന UDFിലേക്ക് വരികയാണെന്ന് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യുവരക്തങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അവർക്ക് എവിടെ തെരഞ്ഞു കഴിഞ്ഞാലും യുവരക്തങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. അതാരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരള സംസ്ഥാനത്തെ ഏറ്റവും മുൻനിര പ്രസ്ഥാനങ്ങളിലൊന്നായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? അതായത് പ്രശാന്ത് പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരൊരു കാൻഡിഡേറ്റിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കീഴ്ഘടകങ്ങളല്ല, അതായത് ലോക്കലും ഏരിയയും ഒക്കെ കൂടെ വേറെ ആളിന് CPIഎമ്മിനെ നിർത്തണമെന്ന് പറയുമ്പോഴും അവസാനം CPIയുടെ ചുമലിലേക്ക് സാധനം വരുന്നു. കാര്യം അവർ വർഷങ്ങൾക്ക് മുമ്പ് അവരവിടെ ജയിച്ചിരുന്നതാണ്. CPM എന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്ന് വെച്ചാൽ വി.ഡി. സതീശൻ ഇപ്പോൾ ഇത്രയും തവണ ജയിക്കുമ്പോഴും അതിനു മുമ്പ് പ്രഗത്ഭരായ പന്ന്യൻ രവീന്ദ്രൻ, പി കെ വാസുദേവന്റെ മകള് ഒക്കെ മത്സരിച്ചിട്ടുള്ളതാണ്. അവിടെ അവർക്ക് സിറ്റിംഗ് സീറ്റ് ആയിരുന്ന സ്ഥലമാണ്. അപ്പോൾ CPIയെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റീജും കൂടെയാണ് അവർക്ക് അവിടെ ജയിക്കണമെന്നുള്ളത്. പക്ഷെ ജയിക്കാനൊന്നും പോകുന്നില്ല. കാര്യം വി.ഡി. സതീശൻ അത്ര കണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. രണ്ട്, താങ്കൾ ചോദിച്ച എന്തുകൊണ്ട് പുതിയ നേതൃത്വത്തെ, പുതിയ യുവ നിരയെ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ചെറിയ കാര്യം പ്രശ്നം ചോദിക്കട്ടെ. ഈ ഭരണം വന്നിട്ട് 10 വർഷമായി. ഈ സർക്കാരിൽ ഇത്രയും വലിയൊരു കെടുകാര്യസ്ഥത ഈ ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിട്ട് DYFI എന്ന് പറഞ്ഞൊരു യുവജന സംഘടന ഇവിടെയുണ്ട്.
ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു ചിന്തോ ജെറോമിനെ പോലെ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ആരെക്കുറിച്ച് നമ്മൾ എങ്ങനെ അവഹേളിക്കാൻ പാടില്ല. അതെ, നമ്മൾ എന്തായാലും അവഹേളിക്കാൻ പാടില്ല. ചിന്താ ജെറോമിനെ പോലുള്ള ഒരു പൊതിച്ചോറിനെ കുറിച്ച് ഇങ്ങനെ വലിയ വായിൽ സംസാരിക്കുമ്പോൾ ഈ 10 വർഷം DYFI എന്ത് സമരമാണ് നടത്തിയത്? അവരാകെ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ യാത്രയിൽ അല്ലയോ പിണറായി വിജയ, അല്ലയോ നേതാവേ, ഞങ്ങൾ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ പ്രീതി, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന സ്റ്റാലിൻ അല്ലെങ്കിൽ ഏകാധിപതിയുടെ കണ്ണിൽ ഞങ്ങൾ ഉടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെടിച്ചട്ടി മാറി അടിച്ചാലേ അദ്ദേഹം നമ്മളെ കാണുള്ളൂ. അതായത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി മാറി അടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ചിരിച്ച മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന പ്രീതി കിട്ടുക, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ പ്രീതി കിട്ടാനായി ഇറങ്ങി പുറപ്പെട്ട് ആന മണ്ടത്തരങ്ങൾ പറയുന്നതിൽ വസീഫ് ഉണ്ട്, സനോജ് ഉണ്ട്, പിന്നെ വേറെ ആരൊക്കെയുണ്ട്? വേറെ ഈ യുവാക്കളായിട്ടുള്ള ആരൊക്കെ ഉണ്ട്? എം സ്വരാജിന്റെ വയസ്സ് 45 ഒക്കെ കഴിഞ്ഞു. എം സ്വരാജിന്റെ കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ CPI-ലും ആരുണ്ട്? പ്രശാന്തിന് ഒരു കാര്യം അറിയാമോ? എന്റെ ചെറുപ്പകാലം എന്ന് പറയുന്ന 1980s 1993, എനിക്ക് അതെ 93, 95, 98 വരെയൊക്കെ DYFIയുടെ നേതാക്കളായിരുന്നവരൊക്കെയാണ് പിൽക്കാലത്ത് അറിയപ്പെടുന്ന M. വിജയകുമാർ അറിയപ്പെടുന്ന ഒരു നേതാവായി പിന്നീട് മാറിയിരുന്നു. DYFI അന്ന് DYFI ആയിരുന്നു. ഇന്നിപ്പം വസന്തൻ എന്ന് പറഞ്ഞ കൊല്ലത്തൊരു നേതാവുണ്ട്. ഇങ്ങനെ നിരവധി നേതാക്കളുണ്ട്. ഇന്ന് അവർക്ക് നേരമില്ലടോ, സമരം ചെയ്യാൻ നേരമില്ല. ചെടിച്ചട്ടി മാറി അടിച്ചാലേ മുഖ്യമന്ത്രിയെ ശ്രദ്ധ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന യുവാക്കളെയാണ് പാലക്കാട് പുതുനിരയിൽ ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഒരു ജില്ലാ സെക്രട്ടറി ജോയി അല്ലാതെ വേറെ ആരെയും വർക്കല നിർത്താനില്ല. അതെന്തുകൊണ്ടാ കാരണം? ഇവർക്ക് ഈ ഇരിക്കുന്നവർ, അതായത് തനിക്ക് ശേഷം പ്രളയം എന്ന്, അതായത് താൻ പോയി കഴിഞ്ഞാൽ ഈ ലോകമില്ല എന്ന് ചിന്തിക്കുക. പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല എന്ന് പിണറായി വിജയൻ ധരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അറിവ് കേട്ട് പറയും. പക്ഷെ MA ബേബിയും ഗോവിന്ദനും എല്ലാം തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യും പ്രശാന്ത്? തനിക്ക് ശേഷം പ്രളയമല്ല, ഈ ലോകം പിന്നെയും ഉണ്ടാകും. അല്ല, ഞാൻ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രസ്ഥാനത്തിന് മേലെ നേതാവ് വളരുമ്പോൾ ആ പ്രസ്ഥാനം തളരും എന്ന് ഞാൻ മുൻപൊരു കാര്യം പ്രശാന്ത് ഇന്നലെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്, അത് വിട്ടുപോയി. താങ്കൾ നമ്മൾ സംസാരിച്ചു പോയി. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടം മൈതാനത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ഇവിടെ വേണ്ടത് സോളോ ഡാൻസ് അല്ല, ഇവിടെ CPM-നെ സംബന്ധിച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സോളോ ഡാൻസ് ആണ്, വൺ മാൻ ഷോ. അതാണ് സോളോ ഡാൻസ് ആണ്. നമുക്ക് വേണ്ടത് ഗ്രൂപ്പ് ഡാൻസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത്, അവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് ഇല്ലെങ്കിലും, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് കളിയാക്കുന്ന ഗ്രൂപ്പും ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പും എന്നാണല്ലോ. ഏതായാലും അദ്ദേഹം പറഞ്ഞു വെച്ചത്, നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളൊക്കെ ഗ്രൂപ്പിന്റെ വക്താക്കളാണ്, നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഗ്രൂപ്പിന്റെ ലീഡർ ആരാണെന്ന്. അപ്പൊ ഇവിടെ സോളോ ഡാൻസിൽ എത്ര കാലം CPM പോകും? ഇപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ സതീശനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPI, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകൾ, ഈ ടൈസന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു എക്സിക്യൂട്ടീവിനെ. ഇവര് വളരെ ഫിൽട്ടർ ചെയ്ത് എടുത്തതാണ്. ഒരു കാര്യം പറയാം, PMC പദ്ധതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പിട്ടെന്നും പറഞ്ഞ് നമ്മളെ ഇവിടെ മാധ്യമങ്ങളെ സൂചിയിൽ ഇങ്ങനെ ഇരുത്തിയ ആൾക്കാരാണ്. സൂചിയിൽ ഇങ്ങനെ ആസനം വെച്ച് ഇരുത്തുന്ന രീതിയിൽ പ്രകടനം നടത്തിയവരാണ് ബിനോയ് വിശ്വവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള രാജനും മന്ത്രി അനിലും ചിഞ്ചുറാണിയും ഒക്കെ നമ്മൾ കണ്ടല്ലേ. അതൊരു വമ്പൻ നാടകമല്ലേ? ആ നാടകം കളിച്ച CPIക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന സിറ്റിംഗ് MLA അല്ലാതെ വേറൊരാളെ നിർത്താൻ കഴിഞ്ഞില്ല? അപ്പോ ഈ പറയുന്ന ഈ പൊറാട്ട് നാടകങ്ങളൊന്നും ജനങ്ങളോട് കാണിക്കരുത് ചക്കാക്കളെ എന്നാണ് ജനങ്ങൾക്ക് പറയാൻ. എന്താണെങ്കിലും ഒന്നേ പറയാനുള്ളൂ, ഒരു വലിയ കുതിപ്പിന്റെ അവസാനം ഒരു കിടപ്പിലായി. ഇനി കിടപ്പിലാവാൻ പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും. അതായത് ഇനിയിപ്പോ ഇനി റെസ്റ്റ് ചെയ്യാം. ഇനി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു നിദ്രയിലേക്ക് പോവുകയാണ്. നിദ്രയൊന്നുമല്ല, പ്രതികരിക്കാൻ കഴിയാതെ ചുറ്റുമുള്ളതിൽ പ്രതികരിക്കാൻ കഴിയാതെ വെറുതെ നിസ്സംഗരായി നോക്കി നിൽക്കേണ്ട. പൊക്കിയാൽ അടി കിട്ടും. കാരണം അതാണ് പ്രശ്നം.